മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം 71 മന്ത്രിമാരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि പ്രൗഢസദസ്സിനെ സാക്ഷിയാക്കിയാണ് മൂന്നാം തവണ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും. നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ തുടങ്ങി മുൻ മോദി സർക്കാരിന്റെ ഭാഗമായ പ്രമുഖർ ഇത്തവണയും സ്ഥാനമുറപ്പിച്ചു. JP നഡ്ഡ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തി. जगत प्रकाश नड्डा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ശിവരാജ് സിംഗ് ചൌഹാൻ, മനോഹർലാൽ ഖട്ടർ തുടങ്ങി 7 മുൻ മുഖ്യമന്ത്രിമാർ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാകും. ലോക്സഭയിലെ ആദ്യ ഊഴത്തിൽ തന്നെ മന്ത്രിസ്ഥാനം ലഭിച്ചവർ സുരേഷ് ഗോപി ഉൾപ്പെടെ 7 പേർ. 7 വനിതകളും മന്ത്രിസഭയിലുണ്ട്. 79 വയസ്സുള്ള ജിതൻ റാം മാഞ്ചിയാണ് ഏറ്റവും പ്രായം കൂടിയ മന്ത്രി. പ്രായം കുറവ് 36-കാരനായ റാംമോഹൻ നായിഡു. ഇത്തവണ ആകെ 30 ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 സഹമന്ത്രിമാർ. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയായും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായും എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായും തുടർന്നേക്കും. ധനകാര്യം നിർമ്മല സീതാരാമന് പകരം പീയൂഷ് ഗോയലിനെ ഏൽപ്പിക്കുമെന്ന സൂചനയുണ്ട്. വിദ്യാഭ്യാസം, സംസ്കാരികം എന്നീ വകുപ്പുകളും BJP ഘടകകക്ഷികൾക്ക് വിട്ടു നൽകില്ല. ഓരോ ക്യാബിനറ്റ് മന്ത്രിമാരുള്ള JDUവും TDPയും റെയിൽവേക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് ആദ്യ മന്ത്രിസഭായോഗം. ആദ്യ 100 ദിവസത്തെ കർമ്മപരിപാടി യോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. 24 ഡൽഹി.